എല്ലാ കൂട്ടുകാർക്കും ആർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻ്റ് എന്ന ടോപ്പിക്കാണ്. എക്സ്പോണൻറ്റിനെ ഇൻഡിസസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കപ്പോൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിസസ്, ഇത് എക്സ്പോണൻ്റ് പവേഴ്സിൻ്റെ ആണ് പ്രോബ്ലം. ഇവിടെ ആദ്യം നമുക്ക് അതിൻ്റെ റൂൾസും പ്രോപ്പർട്ടീസും എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണമെന്നുള്ളൂ. ഫസ്റ്റത്തെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ, അതായത് മൾട്ടിപ്പിളാണ് ചെയ്യണമെങ്കിൽ, പ്രൊഡക്റ്റാണ് കാണാൻ പറഞ്ഞിരിക്കണമെങ്കിൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. എക്സാമ്പിൾ നോക്കൂ, 2⁴ ഇൻറ്റു 2�3. എന്താ ചെയ്തേ? 2�7. അതായത് ഇതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്തു. 4 + 3 = 7. അടുത്തത് എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ എ റേസ് ടു എം മൈനസ് എൻ. ഇവിടെ എക്സാമ്പിൾ 2⁶ ഡിവൈഡ് ബൈ 2⁴ ഈക്വൽ 2⁶ - 2, 2⁴. അതായത് പവറുകൾ തമ്മിൽ മൈനസ് ചെയ്തു. തെറ്റിക്കരുത്, പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഡിവിഷൻ ആണെങ്കിൽ പവറുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. അടുത്തത് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈക്വൽ എ റേസ് ടു എം എൻ. എക്സാമ്പിൾ 2⁴ all power 2 ഈക്വൽ 2⁴ × 2 ഈക്വൽ 2⁸. അതായത് പവറുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. പവർ ഓൾ റേസ് ടു പവർ വന്നാൽ, അപ്പോൾ എന്താ നമ്മൾ ആദ്യം പറഞ്ഞത് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ പവർ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ആണെങ്കിൽ പവറുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. പവറുകളുടെ പവറാണ് തന്നിരിക്കണമെങ്കിൽ അവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. അടുത്തത് എ റേസ് ടു മൈനസ് എം, ഇങ്ങനെ പറഞ്ഞാൽ 1/a റേസ് ടു എം എന്ന മീനിങ് ആണ്. അതായത് 2⁻³ ഈക്വൽ 1/2⁻3. അടുത്തത് എ പവർ 1/n, അതായത് പവർ ഫ്രാക്ഷൻ എ പവർ 1/n. അടുത്ത എക്സാമ്പിൾ 64 പവർ 1/3 ക്യൂബിക് റൂട്ട് ഓഫ് 64 ക്യൂബിക് റൂട്ട് ഓഫ് 64. എന്താ ക്യൂബിക് റൂട്ട് പറഞ്ഞാൽ? 64ൻ്റെ ക്യൂബിക് റൂട്ട് പറഞ്ഞാൽ 4. നെക്സ്റ്റ് വൺ 32 പവർ 1/5, അതിനാണ് 5th റൂട്ട് 32 ഈക്വൽ 2. അടുത്ത ക്വസ്റ്റ്യൻ എ പവർ p/q. അങ്ങനെ വന്നാൽ ഒന്നുകിൽ എ റേസ് ടു പി ഓൾ പവർ 1/q, അതല്ലെങ്കിൽ ഫ്രാക്ഷൻ ആദ്യം ചെയ്ത എ പവർ 1/q ഓൾ റേസ് ടു പി. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെ കിട്ടാം കേട്ടോ. ഇവിടെ എക്സാമ്പിൾ നോക്കാം. 27 പവർ 2/3. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് 27 സ്ക്വയർ. ഇപ്പോൾ 27ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 729. ക്യൂബിക് റൂട്ട് ഓഫ് 729 ഈക്വൽ 9. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണേ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കാറ്റഗറിയിൽ കണ്ടിട്ടുണ്ട്. അടുത്തത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എ പവർ 1 ഈക്വൽ എ. ഏത് നമ്പേഴ്സിൻ്റെയും പവർ 1 ആണെങ്കിൽ അത് ആൻസർ എന്തായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും. അതായത് 5⁻1, 5 പവർ 1 ആണെങ്കിൽ ആൻസർ 5. 78 പവർ 1 78. അതുപോലെ തന്നെ അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. എ റേസ് ടു 0 ഈക്വൽ 1. ഏത് സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. 10 പവർ 0 ഈക്വൽ ടു 1. അടുത്ത എക്സാമ്പിൾ 121 പവർ 0 ഈക്വൽ 1. ഏത് നമ്പേഴ്സിൻ്റെയും പവർ 0 ആണെങ്കിൽ ആൻസർ 1. അതുപോലെ തന്നെ ഏത് നമ്പേഴ്സിൻ്റെയും പവർ 1 ആണെങ്കിൽ ആൻസർ ആ സംഖ്യ. ഇനി അടുത്തൊരു എക്സാമ്പിളാണ് എ ബി പറഞ്ഞാൽ എ ഇൻറ്റു ബി
in all power x. ഇത് a into b all power x equal a power x b power x. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പവർ കൊടുക്കാമെന്ന മീനിങ്. എക്സാമ്പിൾ 5 into 2 all power 2 ആണെങ്കിൽ 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ. 5 സ്ക്വയർ പറഞ്ഞാൽ 25, 2 സ്ക്വയർ 4, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 100. അടുത്തത് എ ബൈ ബി ഓൾ പവർ എക്സ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പവർ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. എ പവർ എക്സ് ഡിവൈഡ് ബൈ ബി പവർ എക്സ്. 2/3 ഓൾ പവർ ക്യൂബ്. 2/3 ഓൾ പവർ 3 അല്ലെങ്കിൽ ക്യൂബ് ഈക്വൽ സെപ്പറേറ്റ് കൊടുക്കുക. 2 ക്യൂബ് ബൈ 3 ക്യൂബ് ഈക്വൽ 8/27. അപ്പോൾ ഒരു 10 ഇക്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും ബൈ ഹാർട്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെങ്കിലും വെക്കണം. കാരണം ഇങ്ങനെ ഡയറക്റ്റ് ആവില്ല ചോദിക്കുക. ഒരു പ്രോബ്ലത്തിൽ തന്നെ 2 or 3 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ എന്താ പറയുക എവിടെയെങ്കിലും കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ എല്ലാ ഇക്വേഷൻസും കൂടി ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മളൊരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കേണ്ടതാണ് നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറിലാവുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാനാവും ചാൻസ് കൂടുതലുണ്ട്. ബുക്കാവുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഒരു ബുക്കിലെല്ലാം നമുക്കത് കീപ്പ് ചെയ്ത് പോകാമല്ലോ. അതുകൊണ്ട് കഴിയുന്നതും ബുക്കിൽ തന്നെ എഴുതി വെക്കേണ്ടതാണ് നല്ലത്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു, അത് ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എ പവർ എൻ അങ്ങനെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്തായിരിക്കും? താഴെ നമ്മൾ എ പറയുന്നതായിരിക്കും ബേസ്. അതുപോലെ പവറുകൾ പറയുന്നത് ഒന്നുകിൽ എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ അതിനെ ഇൻഡെക്സ് എന്ന് വിളിക്കും. നമ്മൾ ചിലപ്പോൾ എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫംഗ്ഷൻ പറഞ്ഞിട്ട് നമ്മൾ പറയുക. മിക്ക നമ്മൾ എക്സ്പോണൻറ്റ് പറഞ്ഞിട്ടായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അതായത് ആ നമ്പേഴ്സിൻ്റെ പവറാണ്. മനസ്സിലായിട്ടുണ്ട്? അപ്പോൾ നമ്മൾ 5⁻7 എഴുതുകയാണെങ്കിൽ ബേസ് 5ഉം ഈ 7 എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ആയിരിക്കും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ 5 പറയുന്നത് ബേസും എക്സ്പോണൻറ്റ് പവർ ആയിരിക്കും എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ്. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാത്തിനും ക്വസ്റ്റ്യൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റൊരു ഹെഡിങ്ങിൽ ക്വസ്റ്റ്യൻ എഴുതിൻ്റെ പ്രോബ്ലംസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3 സ്ക്വയർ ഇൻറ്റു 3⁵5. അപ്പോൾ നമ്മൾ പഠിച്ചു a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ എന്താ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് കാണാനല്ലേ പറഞ്ഞിരിക്കണേ. അപ്പോൾ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എന്താ ആൻസർ? 3⁸8. അടുത്തതും അതേപോലത്തെ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ്. പ്രൊഡക്റ്റാണ് തന്നിരിക്കണേ. 3 ഇൻറ്റു 3 പവർ 10. ഇവിടെ 3 പവർ 1 ഉണ്ട്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ, 3 പവർ 1, അതായത് a പവർ 1 പറഞ്ഞാൽ a തന്നെയാണ്. ഏതോ നമ്പേഴ്സിൻ്റെയും പവർ 1 ആണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്പർ. അപ്പോൾ അതാണ് ആ ഒരു ഇതിവിടെ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ 3 ഇൻറ്റു 3 പവർ 10. ഇപ്പോൾ ഇവിടെ 1 അല്ലേ, അപ്പോൾ 10 + 1 11. ഇപ്പോൾ 3⁻11. അടുത്ത ക്വസ്റ്റ്യൻ 7 സ്ക്വയർ ഇൻറ്റു 7⁻7 ഇൻറ്റു 7⁻3. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? എല്ലാം തമ്മിൽ ആഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ ബേസുകൾ എന്താണ്? എല്ലാം സെയിം ആണ്. 7 പവർ 2 + 7 പ്ലസ് -3 ആണ്. പ്ലസ് മൈനസ് എന്തായി? മൈനസായി. അപ്പോൾ 7 പവർ 2 + 7 -3 ഈക്വൽ 7 പവർ 6. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രോബ്ലം 10 പവർ 6 ഇൻറ്റു 10 പവർ 5 ഇൻറ്റു 10 പവർ 4 ഓൾ ഡിവൈഡഡ് ബൈ 10 പവർ 10. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ അറേഞ്ച് എഴുതാമല്ലോ. ഇവിടെ ഡിവിഷൻ പറഞ്ഞാൽ ബൈ ടൈം ആക്കി എഴുതാമല്ലോ. ഇപ്പോൾ 10⁻6 ഇൻറ്റു 10⁻5 ഇൻറ്റു 10⁻4 ഓൾ ഡിവൈഡ് ബൈ 10⁻10. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക. മൾട്ടിപ്പിൾ ആണ്. എന്താ ചെയ്യുക? എല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്തായി? 10⁻15 ഡിവൈഡ് ബൈ 10⁻10.
ഡിവിഷൻ ഫോമാണ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുക. 10⁻15 - 10 = 10⁵. ഇനി അടുത്തൊരു പ്രോബ്ലം. 32 all power -2/5. എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ പഠിച്ചു പവറിൽ മൈനസ് വരച്ച് എന്ത് വേണം? 1/, എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ 32 all power -2/5 = 1/32 all power 2/5. ഇനി 32നെ 2ൻ്റെ ഫാക്ടറാക്കി നോക്കുമ്പോൾ 2⁵5 ആണ് 32. അപ്പോൾ നമ്മളങ്ങനെ എഴുതി 1/2⁵ all power 2/5. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 5 ഈ 5ഉം ക്യാൻസലായി പോവില്ലേ? അപ്പോൾ 1/2⁵ ഇൻറ്റു 2/5, അതായത് a⁻m all⁻n ഇക്വേഷൻ. അപ്പോൾ 2⁵ ഇൻറ്റു 2/5. ഇത് എക്സ്പോണൻ്റ് തന്നെയാണ് കേട്ടോ. 5ഉം 5ഉം ക്യാൻസലായി. ആൻസർ വരുമ്പോൾ 1/2² = 1/4. ഇത് ക്ലിയർ ചെയ്യാനായി വിചാരിക്കുന്നു. ഇതൊരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടറ്റിന്. അടുത്തൊരു ക്വസ്റ്റ്യൻ. 100/3 ഇൻറ്റു 3⁻n - 3⁻n - 1 = 891. ഫൈൻഡ് ദി വാല്യൂ ഓഫ് n. എന്താ പറഞ്ഞിരിക്കണേ? ഇവിടെ തന്നിട്ടുള്ള എന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ആദ്യം ചെയ്യണം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ നമ്മൾ എഴുതി. 100/3 ഇൻറ്റു 3⁻n - 3⁻n - 1 = 891. പിന്നെ ഇവിടെ നോക്കൂ, 100/3 ഇൻറ്റു 3⁻n അല്ലേ? അപ്പോൾ ഈ 3 നമുക്ക് ഇവിടേക്ക് എഴുതാമല്ലോ. 3 പവർ എന്നിൻ്റെ ഡിവൈഡാക്കി എഴുതാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. 100 ഇൻറ്റു 3⁻n / 3 മൈനസ് 3⁻n - 1 ഈക്വൽ 891. ഇനി എന്തായി? അടുത്ത സ്റ്റെപ്പിൽ 100 ഇൻറ്റു 3⁻n - 1. ഈ -1 എങ്ങനെ വന്നതെന്നല്ലേ ചിന്തിക്കുന്നത്? നമ്മൾ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചില്ലേ? ഏതാണ്? a⁻m / a⁻n. ഡിവിഷൻ ഫോമാണ്. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണ്ടേ? അപ്പം എന്താണ്? 100 ഇൻറ്റു 3⁻n - 1 മൈനസ് 3⁻n - 1 ഈക്വൽ 891. ഇനി ഇവിടെ നോക്കുമോ, ഈ 3⁻n - 1 പറയുന്നത് കോമൺ അല്ലേ? മൾട്ടിപ്പിളിലും ഉണ്ട്, ലാസ്റ്റ് നമ്പറിലും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഔട്ട് സൈഡിൽ എടുക്കാം. 3⁻n - 1 ഇൻറ്റു ഇവിടെ 100 അല്ലേ? 100 മൈനസ് ഇവിടുന്ന് 3⁻n - 1 ഔട്ട് സൈഡിൽ പോയി എന്താണ്? ബാലൻസ് എന്താണ്? 1 ആണ്. അത് മറക്കരുതേ. 1 ഈക്വൽ 891. നമ്മളിവിടുത്തെ സോൾവ് ചെയ്യുമ്പോൾ 99. 3⁻n - 1 ഇൻറ്റു 99 = 891. ഈ 3⁻n - 1 ഈക്വൽ 891 / 99 ഈക്വൽ 9. 9 പറഞ്ഞാൽ എന്താണ്? 3². അതായത് നമ്മളിതിനെ എക്സ്പോണൻ്റ് ഫോമാക്കിയതുള്ള കാരണം നമുക്കിവിടെ എക്സ്പോണൻ്റാണ് എന്നിൽ കിടക്കുന്നത്. എന്ന് പറയുന്നത് എക്സ്പോണൻ്റിലല്ലേ കിടക്കണേ. അപ്പോൾ അതാണ് നമ്മളതിനെ എക്സ്പോണൻ്റ് ഫോമാക്കിയത്. ബേസ് പറയുന്നത് സെയിം ആക്കണം. 3 അല്ലേ? എന്നാൽ മാത്രമേ നമുക്കത് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. 3⁻n - 1 = 3². ഇപ്പോൾ ഇവിടെ രണ്ട് ബേസും സെയിം ആണ്. അങ്ങനെയെങ്കിൽ എക്സ്പോണൻ്റ് സെയിം ആവില്ലേ? n - 1 പറഞ്ഞാൽ എന്തായിരിക്കും? 2. എന്നോ? n = n + 1 = 3. ഇപ്പോൾ ആൻസർ പറയുന്നത് എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഇത് ചെയ്ത് നോക്കണം. എന്തായാലും പഠിക്കണം കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരുവിധം എല്ലാവരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. എന്നാൽ അത്രയും സിമ്പിളാണ്. പക്ഷേ എല്ലാവരും വിചാരിക്കും ഈ ഒരു പകുതി എന്ന് കാണുമ്പോൾ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. പക്ഷേ എല്ലാവർക്കും തെറ്റണ ക്വസ്റ്റ്യൻസാണ്. നോക്കുക എന്താണ്? 2⁻30 അതിൻ്റെ പകുതി എത്ര? ഈ പകുതി എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? /2 തന്നെ സോൾവ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഈ 30യുടെ പകുതിയാക്കി എഴുതും. നമ്മൾ ഇവിടെ പവറിൻ്റെ പകുതിയല്ല ചോദിച്ചിരിക്കണേ. 2⁻30യുടെ പകുതി എത്രയാണ്? അപ്പം നമുക്കറിയാം ഇത് 2⁻30ൻ്റെ പകുതി
ഇൻറ്റു എ പറഞ്ഞ മീനിങ് എന്താണ്? അല്ലെങ്കിൽ അത് നമ്മൾ സാധാരണ ഇൻറ്റു എ പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ വേർഡ്സ് തന്നിരിക്കുന്ന കാര്യം എന്താക്കണം? മാത്തമാറ്റിക്കലി എഴുതുക. അപ്പോൾ 2⁻30 ഇൻറ്റു 1/2 ഈക്വൽ 2 പവർ 30 ഡിവൈഡ് ബൈ 2. ഡിവിഷൻ ഫോം അല്ലേ? a/m ഡിവൈഡ് ബൈ a/n. എന്താ ചെയ്യേണ്ടത്? പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. 2⁻30 മൈനസ് 1 ഈക്വൽ 2⁻29. ഇപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വന്നത്? 2⁻29. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ, അതിൻ്റെ പകുതിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഡയറക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ ചെയ്യാം. അതായത് എക്സ്പോണൻറ്റിൽ നിന്ന് 1 മൈനസ് ചെയ്ത് എഴുതുക. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 24 പവർ 3.5 3.5 ആണ് കേട്ടോ, 35 അല്ല, 3.5 ഡിവൈഡ് ബൈ 24 ഈക്വൽ 24 പവർ m. ഫൈൻഡ് ദ വാല്യൂ ഓഫ് m. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? 24 പവർ 3.5 ഡിവൈഡ് ബൈ 24. എമ്മിൻ്റെ വാല്യൂ അല്ലേ ചോദിച്ചിരിക്കണേ. എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഡിവൈഡ് പറഞ്ഞാൽ ഡിവിഷൻ പറഞ്ഞതിന് ഫ്രാക്ഷൻ ഫോമിൽ എഴുതി കൂടെ? 24 ഓൾ പവർ 3.5 ഡിവൈഡ് ബൈ 24. ഇപ്പോൾ എന്താ? a/m ഡിവൈഡ് ബൈ a/n. എന്ന് പറയുന്നത് ഇവിടെ 1 ഇല്ലേ? നമുക്ക് 24 ഓൾ പവർ 3.5 മൈനസ് 1. അപ്പോൾ എന്താ ഈ ആൻസർ? 24 ഓൾ പവർ 2.5. നമുക്കിവിടെ പറയുന്നത് 2.5 ആയി. ഇനി ക്വസ്റ്റ്യനിൽ പോവാം അല്ലേ? 24 ഓൾ പവർ 2.5 ഈക്വൽ 24 പവർ m. അപ്പോൾ m എന്താണ്? ബേസുകൾ സെയിം ആണ്. അപ്പോൾ എക്സ്പോണൻറ്റും സെയിം ആയിരിക്കും. m ഈക്വൽ ടു 2.5. അടുത്ത ക്വസ്റ്റ്യൻ. 64 പവർ 1/3 ഇൻറ്റു 8 പവർ 4/3 ഇൻറ്റു 27 പവർ മൈനസ് 1/3 ഇൻറ്റു 36 പവർ മൈനസ് 1/2 ഈക്വൽ ഡാഷ്. എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം 64ൻ്റെ ഒക്കെ 64, 80, 27, 36 ഇതിനൊക്കെ ഇത് കാണുക. നമ്മൾ ഫാക്ട് ചെയ്തിട്ട് അതിൻ്റെ പവേഴ്സ് ആക്കി ചെയ്ത് നമുക്കിവിടെ എന്ത് ചെയ്യാം? 64 പറയുന്നത് എന്താണ്? 4⁻³ ആണ്. അപ്പോൾ 8 പറയുന്നത് 2 ക്യൂബാണ്. 27 പറയുന്നത് 3³ 36 പറയുന്നത് 6 സ്ക്വയർ. ആദ്യത്തെ നമ്മളത് കണ്ടുവയ്ക്കുക എന്തിൻ്റെ പവറുകളാണെന്ന്. നമ്മൾ എന്ത് ചെയ്യണം? 64 ഈക്വൽ ടു 4³ നമ്മൾ പറഞ്ഞു. അപ്പോൾ 64 ഓൾ പവർ 1/3. അപ്പോൾ എന്തായിരിക്കും? 4⁻³ ഇൻറ്റു 1/3 ഈക്വൽ 4. 8 പറഞ്ഞാൽ 2 പവർ 3. അപ്പോൾ ഇവിടെ എന്താണ്? 8 പവർ 4/3 ഈക്വൽ 2 പവർ 3 ഓൾ റേസ് ടു 4/3 ഈക്വൽ 2 പവർ 4. 27 പറഞ്ഞാൽ 3³ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? 27 മൈനസ് ഉണ്ട്, മൈനസ് 1/3 ഈക്വൽ 3⁻³ ഓൾ പവർ മൈനസ് 1/3. മൈനസ് 3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3 പവർ മൈനസ് 1. അപ്പോൾ എന്താ ചെയ്യണ്ടേ? 1/3 തെറ്റിക്കരുത് കേട്ടോ. 36 പറഞ്ഞാൽ 6 സ്ക്വയർ. അപ്പോൾ 36 പവർ മൈനസ് 1/2. അപ്പോൾ 6 പവർ 2 ഓൾ റേസ് ടു മൈനസ് 1/2 ഈക്വൽ, ഇവിടെ ഇപ്പം എൻ്റെ മഷീനോട് ഒന്നുമില്ല കേട്ടോ, 6⁻⁻1 1/6. നമുക്കിതെല്ലാം കിട്ടിയിട്ടുണ്ട്. 64⁻⁻³ ഇൻറ്റു 8 പവർ 4/3 ഇൻറ്റു 27 പവർ മൈനസ് 1/3 ഇൻറ്റു 36 പവർ മൈനസ് 1/2 ഈക്വൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഒക്കെ കൂടെ കൊടുക്കുക. 4 ഇൻറ്റു 16 ഇൻറ്റു 1/3 ഇൻറ്റു 1/6. സോൾവ് ചെയ്യുമ്പോൾ 32/9. അടുത്തതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് റൂട്ട് ഓഫ് 5 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ 3, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇത് ക്യൂബിക് റൂട്ടാണ് കേട്ടോ, മൊത്തത്തിൽ റൂട്ടുണ്ട്. ആദ്യം റൂട്ട് ഓഫ് 5 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ 3, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എന്താ ചെയ്യുക? തന്നിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ അതേപോലെ നമ്മൾ എഴുതി. ഇവിടെ ക്യൂബിക് റൂട്ട്, അതായത് നമ്മൾ പഠിച്ചു
പവർ റൂട്ടിൻ്റെ അവിടെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എക്സിൻ്റെ പവറാക്കിയിട്ട് എഴുതാം ഇല്ലേ? അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. റൂട്ട് ഓഫ് 5 പ്ലസ് എക്സ് പവർ എക്സ് പവർ 1/3 റൂട്ട് ഓഫ് 5 പ്ലസ് എക്സ് പവർ 1/3 ഈക്വൽ 3. ഇത് മൊത്തം റൂട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ, റൂട്ട് എല്ലാത്തിനും ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അതായത് ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ റൂട്ട് കളഞ്ഞിട്ട് 5 പ്ലസ് എക്സ് പവർ 1/3 ഈക്വൽ 3 സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? 9. ഇനി ഇവിടെ എക്സ് പവർ 1/3 ഈക്വൽ 9 മൈനസ് 5. 9 മൈനസ് 5 പറഞ്ഞാൽ എന്താണ്? 4. എക്സ് പവർ 1/3 ഈക്വൽ 4 പറഞ്ഞാൽ 2 സ്ക്വയർ ആക്കി എഴുതി കൂടെ, നമുക്ക് 2 സ്ക്വയർ കിട്ടി. ഇനി ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പവർ എന്തായി പോകണം? ക്യാൻസലായി പോകണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവറിലെ 1/3 ആണ് ഡിനോമിനേറ്റർ കിടക്കണേ. ഈ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ഈ ഒരു എക്സ്പോണൻറ്റ് ക്യാൻസലാക്കി പോവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും അതിൻ്റെ ക്യൂബുകൾ കാണണം. അപ്പോൾ എക്സ് 1/3 ഓൾ ക്യൂബ് ഈക്വൽ 2 സ്ക്വയർ ഓൾ ക്യൂബ്. ഇപ്പം എന്തായി? ക്യാൻസലായി പോകുമ്പോൾ എക്സ് ഈക്വൽ 2 raised to 6 ഈക്വൽ 64. ഈ ഒരു പ്രോബ്ലം ഡിഫറെൻ്റ് ആണ് എല്ലാത്തിനും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് 1/5 ഓൾ പവർ 3 raised to 5 അടുത്ത ക്വസ്റ്റ്യൻ. 64 പവർ 1/3 ഇൻറ്റു 8 പവർ 4/3 ഇൻറ്റു 27 പവർ -1/3 ഇൻറ്റു 36 പവർ -1/2 ഈക്വൽ ഡാഷ്. എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം 64ൻ്റെ ഒക്കെ 64, 80, 27, 36 ഇതിനൊക്കെ ഇത് കാണുക, നമ്മൾ ഫാക്ടർ ചെയ്തിട്ട് അതിൻ്റെ പവേഴ്സ് ആക്കി ചെയ്ത് നമുക്കിവിടെ എന്ത് ചെയ്യാം? 64 പറയുന്നത് എന്താണ്? 4 raised to 3 ആണ്. അപ്പോൾ 8 പറയുന്നത് 2 ക്യൂബാണ്. 27 പറയുന്നത് 3 ക്യൂബ്. 36 പറയുന്നത് 6 സ്ക്വയർ. ആദ്യത്തെ നമ്മളത് കണ്ടുവയ്ക്കുക എന്തിൻ്റെ പവറുകളാണെന്ന്. നമ്മൾ എന്ത് ചെയ്യണം? 64 ഈക്വൽ ടു 4 ക്യൂബ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 64 ഓൾ പവർ 1/3. അപ്പോൾ എന്തായിരിക്കും? 4 raised to 3 ഇൻറ്റു 1/3 ഈക്വൽ 4. 8 പറഞ്ഞാൽ 2 പവർ 3. അപ്പോൾ ഇവിടെ എന്താണ്? 8 പവർ 4/3 ഈക്വൽ 2 പവർ 3 ഓൾ റേസ് ടു 4/3 ഈക്വൽ 2 പവർ 4. 27 പറഞ്ഞാൽ 3 ക്യൂബ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? 27 റേസ് ടു മൈനസ് ഉണ്ട്, -1/3 ഈക്വൽ 3 റേസ് ടു 3 ഓൾ പവർ -1/3. -3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3 പവർ -1. അപ്പോൾ എന്താ ചെയ്യണ്ടേ? 1/3 തെറ്റിക്കരുത് കേട്ടോ. 36 പറഞ്ഞാൽ 6 സ്ക്വയർ. അപ്പോൾ 36 പവർ -1/2. അപ്പോൾ 6 പവർ 2 ഓൾ റേസ് ടു -1/2 ഈക്വൽ, ഇവിടെ ഇപ്പം എൻ്റെ മഷീനോട് ഒന്നുമില്ല കേട്ടോ, 6 റേസ് ടു -1 1/6. നമുക്കിതെല്ലാം കിട്ടിയിട്ടുണ്ട്. 64 റേസ് ടു 1/3 ഇൻറ്റു 8 പവർ 4/3 ഇൻറ്റു 27 പവർ -1/3 ഇൻറ്റു 36 പവർ -1/2 ഈക്വൽ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് ഒക്കെ ഇവിടെ കൊടുക്കുക. 4 ഇൻറ്റു 16 ഇൻറ്റു 1/3 ഇൻറ്റു 1/6 സോൾവ് ചെയ്യുമ്പോൾ 32/9. അടുത്തതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് റൂട്ട് ഓഫ് 5 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ 3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇത് ക്യൂബിക് റൂട്ടാണ് കേട്ടോ, മൊത്തത്തിൽ റൂട്ടുണ്ട്. ആദ്യം റൂട്ട് ഓഫ് 5 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഈക്വൽ 3 ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എന്താ ചെയ്യുക? തന്നിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻ അതേപോലെ നമ്മൾ എഴുതി. ഇനി ഇവിടെ ക്യൂബിക് റൂട്ട്, അതായത് നമ്മൾ പഠിച്ചു പവർ റൂട്ടിൻ്റെ അവിടെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എക്സിൻ്റെ പവറാക്കിയിട്ട് എഴുതാം ഇല്ലേ? അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. റൂട്ട് ഓഫ് 5 പ്ലസ് എക്സ് പവർ
x power 1 by 3. X power 1 by 3. Root of 5 plus x power 1 by 3 equal 3. ഇത് മൊത്തം റൂട്ട് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ, റൂട്ട് എല്ലാത്തിനും ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അതായത് ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ റൂട്ട് കളഞ്ഞിട്ട് 5 പ്ലസ് എക്സ് പവർ 1 by 3 ഈക്വൽ 3 സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? 9. ഇനി ഇവിടെ എക്സ് പവർ 1 by 3 ഈക്വൽ 9 മൈനസ് 5. 9 മൈനസ് 5 പറഞ്ഞാൽ എന്താണ്? 4. എക്സ് പവർ 1 by 3 ഈക്വൽ 4 പറഞ്ഞാൽ 2 സ്ക്വയർ ആക്കി എഴുതി കൂടെ, നമുക്ക് 2 സ്ക്വയർ കിട്ടി. ഇനി ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പവർ എന്തായി പോകണം? ക്യാൻസലായി പോകണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവറിൽ 1 by 3 ആണ് ഡിനോമിനേറ്റർ കിടക്കണേ. ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ ഒരു എക്സ്പോണൻ്റ് ക്യാൻസലാക്കി പോവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും അതിൻ്റെ ക്യൂബുകൾ കാണണം. അപ്പോൾ എക്സ് 1 by 3 ഓൾ ക്യൂബ് ഈക്വൽ 2 സ്ക്വയർ ഓൾ ക്യൂബ്. ഇപ്പോൾ എന്തായി? ക്യാൻസലായി പോകുമ്പോൾ എക്സ് ഈക്വൽ 2 raised to 6 ഈക്വൽ 64. ഈ ഒരു പ്രോബ്ലം ഡിഫറെൻ്റ് ആണ് എല്ലാത്തിനും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ്. ക്വസ്റ്റ്യൻ: ഇഫ് 1 by 5 all power 3y ഈക്വൽ 0.008, find the value of 0.025 all power y. ഇപ്പോൾ എന്താ തന്നിരിക്കുന്നത്? 1 by 5 all power 3y ഈക്വൽ 0.008 തന്നിരിക്കുന്ന കാര്യം നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ 1 by 5 all power 3y ഈക്വൽ ഈ 0.008 എങ്ങനെ എഴുതാം? 0.2 എന്ന് എഴുതാം. അതായത് 0.2 all power 3 ആണ് 0.008. നമുക്കിവിടെ പവറുകൾ നോക്കുമ്പോൾ ഈ 1 by 5 പറഞ്ഞാൽ എന്താണ്? 0.2 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസുകൾ സെയിം ആണ്, പവർ സെയിം ആവില്ലേ? അപ്പോൾ 3y ഈക്വൽ 3, y ഈക്വൽ 3 by 3 ഈക്വൽ y ഈക്വൽ 1. ഇപ്പോൾ വൈയുടെ വാല്യൂ ആണ് 1. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 3y ഈക്വൽ 3 എടുക്കാൻ കാരണം വെച്ചാൽ 1 by 5 പറയുന്നതാണ് 0.2. അപ്പോൾ ബേസുകൾ സെയിം ആണ്, അപ്പോൾ അതിൻ്റെ പവറുകളും സെയിം ആയിരിക്കും. അപ്പോൾ 3y ഈക്വൽ ടു 3, y ഈക്വൽ ടു 3 by 3 ഈക്വൽ 1. സോ ദി വാല്യൂ ഓഫ് y ഈക്വൽ 1. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0.025 ഓൾ പവർ വൈയുടെ വാല്യൂ എന്താണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ എന്ത്? y ഈക്വൽ ടു 1 ആണ് എങ്കിൽ 0.025 ഓൾ പവർ 1 അങ്ങനെയല്ലേ ഇത്? y ഈക്വൽ ടു 1 അല്ലേ? ഇപ്പോൾ 0.025 ഓൾ പവർ 1. ഏത് നമ്പേഴ്സിൻ്റെയും പവർ 1 ആണെങ്കിൽ ആൻസർ എന്താണ്? സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ആൻസർ 0.025. സോ ദി ആൻസർ ഈസ് 0.025. ഇനി അടുത്ത പറയുന്നത് വർക്കൗട്ട് പ്രോബ്ലംസ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ ചിലപ്പോൾ തെറ്റുണ്ടാവും. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം എടുത്തെഴുതുമ്പളേ. അപ്പോൾ ഇതേപോലെ തന്നെ മുമ്പ് ചെയ്തൊരു പേപ്പറിലെ ആൻസർ തെറ്റുണ്ടായിരുന്നു. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമുക്കിതിൽ ഈ ചാപ്റ്ററിൻ്റെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: സിംപ്ലിഫൈ 3 power minus 3 into 27 power 5 by 3 into 81 power minus 3 by 4. Second question: if 2 power 2x minus 3 equal 2048, find the value of x. Other question: find the value of 3 power 6 divide 3 power 8 all power of 4 into 3 power minus 4. Next question: find the value of 1 by 27 into 3 power minus 3. Other question: 3 power minus 3 divided by 3 power minus 2. Next one: 7 power 0.
അടുത്ത ക്വസ്റ്റ്യൻ 16 പവർ 3/4. അടുത്ത ക്വസ്റ്റ്യൻ 16 പവർ -3/4. അടുത്തത് 128 പവർ 1 ഈക്വൽ ഡാഷ് എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്താണ് എഴുതുക? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 17 പവർ 12ൻ്റെ പകുതി. 17 പവർ 12ൻ്റെ പകുതി എന്താണ്? നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ 10th ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കേട്ടറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.